ഈ കൗസർ എന്ന് പറയുന്ന ഈ നെഹ്റിന്റെ ഈ നദിയുടെ വിശാലത വിശദീകരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വത്തൂലുഹു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അതിന്റെ നീളം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയുണ്ട്. ദീർഘിച്ച് കിടക്കുന്ന ഒരു നദിയാണത്, ചെറുതല്ല. ലാ യശ്റബു മിൻഹു അഹദുൻ ഫയൽമഉ, കുടിക്കുന്ന ഒരാളും പിന്നെ ദാഹിക്കുകയില്ല, ഒരിക്കൽ പോലും പിന്നെ ദാഹം വരില്ല. സഹോദരങ്ങളെ, മഹ്ശറിൽ വെച്ച് കിട്ടുന്നതാണിത്. ആദ്യമായിട്ട് ആ ഹൗലിന്റെ സമീപത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് മുക്കിക്കൊടുക്കുന്നത് ആർക്കാണ്? അവ്വലു വാരിദീഹി ഫുഖറാഉൽ മുഹാജിരീൻ. ആ ഹൗലിന്റെ സമീപത്ത് വന്ന് ആദ്യം പാനപാത്രം വാങ്ങി കുടിക്കുന്നത് മുഹാജിരീങ്ങളിലെ ഫുഖറാ, പാവപ്പെട്ട മുഹാജിറുകൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ, നാടും വീടും കുടുംബവും ഒക്കെ ഒഴിഞ്ഞിട്ട് ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ട പാവപ്പെട്ട മുഹാജിറുകൾ. അവർക്കുള്ളൊരു സ്ഥാന ബഹുമാനം നോക്ക് നിങ്ങൾ. ആദ്യം അവ്വലു വാരിദീഹി, ഹൗലിന്റെ സമീപത്തേക്ക് ആദ്യം എത്തുന്നവർ ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളായ ഫുഖറ ആണ്. അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മെയും അവരെ പിന്നിലായി എവിടെയെങ്കിലും പെടുത്തി തരട്ടെ. അവരൊക്കെ നല്ലോണം സ്നേഹിക്കണം, ബഹുമാനിക്കണം. മുഹാജിരീങ്ങൾ, അൻസാറുകൾ അവരൊന്നും സാധാരണ ആളുകളല്ല. എന്നിട്ട് അവരെ വിശദീകരണ നിബിധങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദനിസു സിയാബ്, ആ മുഹാജിറുകൾ ആരാന്നറിയോ? പഴകിയ വസ്ത്രം ധരിച്ച്, അശ്ശൂസുർ റുഊസ്, മുടികളിലൊക്കെ ഇങ്ങനെ ഒരു പൊടി പുരണ്ട രീതിയിൽ, കാര്യമായിട്ട് ദുനിയാവിലെ സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. ഏതെങ്കിലും വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവർക്ക് കവാടം തുറന്നു കൊടുക്കപ്പെടൂല. കാരണം കാണാൻ അത്ര നല്ല ചൊങ്കും ചേലും ചൊറുക്കും സൗകര്യത്തിലും ജീവിച്ചവരല്ല. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവരെങ്ങാനും ഒരു കാര്യം നടക്കണമെന്ന് അള്ളാഹുവിനോട് തീർച്ചപ്പെടുത്തി പറഞ്ഞാൽ അള്ളാഹു നടത്തിക്കൊടുക്കും.